എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഗേള്, ബൾട്ടി, ഗെറ്റ്സ് ഇറ്റ് ബേബി എന്നീ സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന സീരീസിനെ പറ്റിയാണ്. ഇതൊരു ഡോക്യു സീരീസ് ആണ്. ഇത് വലിയ കമ്പനികളുടെ വിജയകരമായ സിഇഒമാരുടെ ജീവിതവും ബിസിനസ്സും യാത്രയും കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് പാരഡൈസ് സീസൺ 2 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ സൈഫ്രി ത്രില്ലർ സീരീസ് ആണ്. ഇത് രഹസ്യങ്ങളും സസ്പെൻസും നിറഞ്ഞ കഥയുമാണ് ഈ ഒരു സീരീസിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ ഒരു സീരീസ് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഖജുറഹോ ഡ്രീംസ് എന്ന മലയാള സിനിമയെ പറ്റിയാണ്. റോഡ് ട്രിപ്പ് സിനിമയാണ് ഇത്. അർജുൻ അശോക്, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി എന്നിവരുടെ നേതൃത്വത്തിൽ 2025 ഡിസംബർ 5 ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസായത്. പക്ഷേ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ആൻഡ് ബോസൻ കോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ഒരു സിനിമയുടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. നിവിൻ പോളി, മമിത ബൈജു തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് മസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മമ്മൂട്ടിയുടെ ഫ്ലോപ്പായ സിനിമയാണ് ബസൂക്ക. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ കൂടുതലും കാത്തിരിക്കുന്നത്. എന്നിട്ടും ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. നേരത്തെ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരുന്നത് C5 ആയിരുന്നു. ഇതുവരെ OTT റിലീസ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ എന്തോ ഡീലിംഗ് നടന്നതായി കാണാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് എന്ന സ്വന്തം പുണ്യാളന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയെ പറ്റിയാണ്. ശരിക്കും നായകനായ ഈ ഒരു സിനിമ കുറെ കാലമായി OTT റിലീസായിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഈ ഒരു സിനിമ നല്ലൊരു ത്രില്ലർ നിറഞ്ഞ സിനിമയാണ്. ഫെബ്രുവരി മാസം അവസാന വാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയാണ് വിലായത്ത് ബുദ്ധ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഈ ഒരു സിനിമ നല്ല ഹൈപ്പിലാണ് വന്നത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞില്ല. സിനിമ റിലീസായി മാസങ്ങളായി ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ OTT ഫെബ്രുവരി മാസം അവസാനം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. ഷൗബിൻ ഷാഹിർ നായകനായ സിനിമയാണ് ജിന്ന്. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ല അഭിപ്രായമാണ് നേടിയത്. പക്ഷേ ഈ ഒരു സിനിമ റിലീസാക്കിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം OTT കൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.